പഴശ്ശി ജലാശയത്തിൻ്റെ ഭാഗമായ പടിയൂർ പൂവംപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിനികൾക്കായി തിരച്ചിൽ തുടരുന്നു. ഇരിക്കൂർ സിപ്ക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ എടയന്നൂർ ഹഫ്സത്ത് മൻസിൽ ഷഹർബാന, ചക്കരക്കല്ല് 4-ാം പീടിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ ക്യൂബ ഡൈവേഴ്സ് സംഘം രാത്രി 7:30 വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ തലശ്ശേരി മട്ടന്നൂർ കൂത്തുപറമ്പ് സ്റ്റേഷൻ ഓഫീസർമാരായ വാസത്ത്, കെ രാജീവൻ, ഷാനിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിട്ടി, പേരാവൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, കണ്ണൂർ, പയ്യന്നൂർ, മട്ടന്നൂർ എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിലെ ക്യൂബ സംഘങ്ങൾ വിവിധ മേഖലകളിലായി തിരിഞ്ഞ് പഴശ്ശി അണക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഒഴുക്കിൽപ്പെട്ടവർ അണക്കെട്ട് കടന്ന് വളവട്ടം പുഴയിലേക്ക് പ്രവേശിച്ചിരിക്കാം എന്ന ധാരണയിൽ പുഴയുടെ ഭാഗമായ നായ്ക്കാലി ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ NDRFൻ്റെയും നാവികസേനയുടെയും സഹായം തേടുമെന്ന് സ്ഥലത്തെത്തിയ ADM നവീൻ ബാബു പറഞ്ഞു. പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. അപ്പോൾ അവർ ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് പുറത്തുനിന്ന് NDRF നേവിയോ വന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ കഴിയൂ എന്നാണ് മനസ്സിലാവുന്നത്. അല്പസമയം കൂടെ നോക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ NDRFനെയോ നേവിയോ അറിയിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുൻമന്ത്രി PK ശ്രീമതി, നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, കീഴല്ലൂർ, പടിയൂർ, പായം പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥലത്തെത്തിയിരുന്നു. ഇരട്ടി തഹസിൽദാർ VS ലാലിമോൾ, ഡെപ്യൂട്ടി തഹസിൽദാർ ബിജോയ്, MK മനോജ്, പടിയൂർ പായം വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇതെടുക്കുന്നത് മൊബൈലിൻ്റെ സൂര്യൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവസാനമാണ് എത്തിച്ചത്.